പൊതുവേ ജനറൽ പാർട്ട് കുറച്ച് ടഫായിരുന്നു. പിന്നെ ലിറ്ററേച്ചർ പാർട്ടൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും. കുഴപ്പമില്ല, ഒരു ഈസി ആവറേജാണ്. വലിയ കുഴപ്പമില്ലാന്ന് എക്സാം തോന്നിയത്. ജനറൽ പാർട്ടൊക്കെ ഭയങ്കര ടഫായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ലെവലും ഒക്കെ കുറച്ച് ടഫായിരുന്നു. ടഫ് എന്ന് പറയാനില്ല, എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. ഗ്രാമറൊക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ട്രൈറ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കുറച്ച് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത്ര വലിയ ഡിഫിക്കൽട്ടാണോ ചോദിച്ചാൽ അല്ല, ഒരു എല്ലാവർക്കും എഴുതാൻ പറ്റിയ തരത്തിലുള്ളത്. ചിലത് കൺഫ്യൂസിംഗ് ആയിരുന്നു. മെയിൻ സബ്ജക്റ്റ് ഒക്കെ ഈസി ആയി. ജനറൽ പേപ്പറാണ് കുറച്ച് ടഫായിട്ടുള്ളത്. അത്രയ്ക്ക് എളുപ്പമല്ല, പക്ഷെ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ജനറൽ കുറച്ച് ടഫായിരുന്നു, മറ്റേ പിന്നെ കുഴപ്പമില്ല. ബി പാർട്ട് എ കുറച്ച് പ്രയാസമായിരുന്നു. പാർട്ട് ബി വലിയൊരു പ്രയാസം തോന്നിയില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുള്ളത് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറത്തിൻ്റെ മുന്നിലാണ്. സോ ഇന്ന് നടന്ന HSC ഇംഗ്ലീഷ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും, കഴിഞ്ഞ എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ സർഫേസ് ലെവലായിരുന്നോ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നോ എന്നൊക്കെ നമുക്ക് നേരിട്ട് തന്നെ ഉദ്യോഗാർത്ഥികളോട് ചോദിച്ചറിയാം. എക്സാം പൊതുവേ ജനറൽ പാർട്ട് കുറച്ച് ടഫായിരുന്നു. പിന്നെ ലിറ്ററേച്ചർ പാർട്ടൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു നോളജ് ലെവലുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഒരു ഈസി ആവറേജാണ്. കുഴപ്പമില്ല, കുറച്ചുകൂടി അത്ര വലിയ ഡിഫിക്കൽട്ടാണോ ചോദിച്ചാൽ അല്ല, ഒരു എല്ലാവർക്കും എഴുതാൻ പറ്റിയ തരത്തിലുള്ളത്. എല്ലാ വിഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. നല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതുണ്ട്. കുറച്ച് ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പെരിഫറൽ വെച്ച് കിട്ടില്ല. അത്യാവശ്യം നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. പക്ഷേ ഫസ്റ്റ് എ പാർട്ടിൽ കുറച്ച് റെനൈസൻസ് ഒന്നും അത്ര കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല. കോമൺ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. കുറച്ച് ഡീപ്പായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ചോദിച്ചത്. എല്ലാവരും മിനിമം സ്റ്റേറ്റ്മെൻറ്റ് ലെവലും ഒബ്ജക്റ്റീവും എല്ലാം ഒരു മിനിമത്തിൽ പോയ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റിൽ. എളുപ്പം എന്ന് വെച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എല്ലാ വിഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് നമുക്കൊരു അങ്ങനത്തെ, പക്ഷെ നന്നായിട്ട് വായിക്കാൻ ടൈം എടുക്കുന്നുണ്ട്. നന്നായിട്ട് വായിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എക്സാം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാനധികം പ്രിപ്പയർ ചെയ്തിട്ടില്ല. ജനറൽ നോളജിൻ്റെ ഭാഗം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ കുഴപ്പമില്ല. ബാക്കി ഞാൻ പഠിച്ചിരുന്നു, അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. പഠിച്ചതൊക്കെ ഏകദേശം എല്ലാം ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. പക്ഷേ ജനറൽ നോളജ് കൂടെ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു. ജനറൽ നോളജ് പഠിക്കാത്തതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അത് കുറച്ച് ടഫായിട്ട് തോന്നി. അത് ഞാൻ പഠിക്കാത്തതുകൊണ്ടായിരിക്കും. മേ ബി പഠിച്ചവർക്ക് ഈസി ആയിരിക്കും. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ജനറൽ പേപ്പറൊക്കെ കുറച്ച് ടഫായിരുന്നു. പിന്നെ ഗ്രാമറൊക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. പിന്നെ കുറച്ചും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു എന്ന് തോന്നി. ടഫ് എന്ന് പറയാനില്ല, എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലെന്നല്ല, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നത് ഇപ്പോഴാണ്. എക്സാം മെയിൻ സബ്ജക്റ്റ് ഒക്കെ ഈസി ആയിരുന്നു. ജനറൽ പേപ്പറാണ് കുറച്ച് ടഫായിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലും ഒക്കെ കുറച്ച് ടഫായിരുന്നു. പിന്നെ മെയിൻ പേപ്പറിൽ തന്നെ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു. ഒരു 10 ക്വസ്റ്റ്യൻ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഉണ്ടായിരുന്നു. മെയിൻ ഈസി ആയിരുന്നു. മെയിൻ സബ്ജക്റ്റ് ഈസിയാണ് പൊതുവെ. മുമ്പത്തതായിരുന്നു എനിക്ക് തോന്നുന്നത്. അതിനേക്കാളും ക്വസ്റ്റ്യൻ പാറ്റേൺ ഈസി മറ്റേതായിരുന്നു. വലിയ കുഴപ്പമില്ലാന്ന് എക്സാം തോന്നിയത്. ജനറൽ പാർട്ടൊക്കെ ഭയങ്കര ടഫായിരുന്നു. ഇതുവരെ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതുവരെ നോക്കിയ ക്വസ്റ്റ്യൻസിലൊന്നും ജനറൽ പാർട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നി. കുറച്ച് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ഇനി ആൻസർ കീ വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പൊതുവേ ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. പിന്നെ അതേസമയം നമുക്ക് മീഡിയം ലെവലാണ് ഇതിൻ്റെ ടഫ്നെസ് എന്നും തോന്നും. കുറേ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നോളജ് നോക്കുന്ന ഒരു തരം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. ഇനിയിപ്പോൾ കുറേയൊക്കെ നമ്മൾ കട്ട് ഓഫും അതിൻ്റെ ആൻസേഴ്സൊക്കെ പറയുമ്പോൾ, കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു എക്സാക്റ്റ് ആൻസർ അല്ല ചോദിക്കുന്നത്, ഏതാണ് ബെസ്റ്റ് ആൻസർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാവുമ്പോൾ നമുക്ക് ഇനിയും കാത്തിരിക്കണം എങ്ങനെയാണ് അതിൻ്റെ ഇതെന്ന്. കഴിഞ്ഞ എക്സാം എഴുതിയിരുന്നു. അത് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിരുന്നില്ല, അത് വേറൊരു ലെവലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ടഫാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ട്രൈറ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കുറച്ച് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
സ്റ്റാൻഡേർഡ് ടൈപ്പ് ആയിരുന്നു എക്സാം. നമ്മൾ HSA എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ടൈപ്പ് എക്സാം ആയിരുന്നു. പാർട്ട് എ കുറച്ച് പ്രയാസമായിരുന്നു, പാർട്ട് ബി വലിയൊരു പ്രയാസം തോന്നിയില്ല. പക്ഷേ പോയട്രിയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു, അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും പോയട്രിയിൽ നിന്ന് വന്നില്ല. ലിറ്ററേച്ചർ പാർട്ട് തന്നെ പോയട്രിയിൽ നിന്ന് ഞങ്ങൾ കുറച്ചധികം പ്രതീക്ഷിച്ചിരുന്നു, അത്രയും തന്നെ പോയട്രിയിൽ നിന്ന് വന്നിട്ടില്ല. പാർട്ട് ഞങ്ങളെ സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് പാർട്ട് ബി അത്ര വലിയൊരു പ്രയാസം തോന്നിയില്ല. ജനറൽ കുറച്ച് ടഫായിരുന്നു, മറ്റേ പിന്നെ കുഴപ്പമില്ല. ബി പാർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചിലത് കൺഫ്യൂസിങ് ആയിരുന്നു. ഡിഗ്രി ലെവൽ ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്.